ചെമ്മീൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇത്. അപ്പത്തിനും ചപ്പാത്തിക്കും അതേപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ള ഒരു റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനിലേക്ക് അല്പം കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ചതച്ചെടുത്ത പെരുംജീരകം, ചതച്ചെടുത്ത കുരുമുളക്, അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് പുരട്ടി വെക്കാം. കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ചേർത്ത് പുരട്ടി വെക്കുക. അപ്പോൾ കറിവേപ്പിലയുടെ സ്വാദും കൂടെ അതിലേക്ക് കിട്ടിക്കോളൂ കേട്ടോ. പുരട്ടി ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട, ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. നന്നായിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതിൽ അല്പം മാത്രമേ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതേപോലെ ഒന്ന് നേരത്തെയാക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബട്ടറിലാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ബട്ടർ ചൂടായ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മുളക് പൊടിയും, നമ്മൾ കൊഞ്ചിലേക്ക് മുളക് പൊടിയും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ ചേർത്ത് വെക്കുന്നതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഒരെണ്ണം മാത്രം ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ 2 വലിയ സവാള നീളത്തിലരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും പൊടികൾ മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് അതെല്ലാം നന്നായിട്ട് വഴണ്ടി വരുമ്പം ഒരു തക്കാളിയും കൂടെ, നല്ല പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വറുത്തെടുത്ത് വെച്ച കൊഞ്ചും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. കൊഞ്ചിനകത്ത് ഉപ്പുള്ളതാണ്, ഒരുപാട് ഉപ്പാകാതെ നോക്കിക്കോണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ.